എല്ലാവരും എൻ്റെ ഇൻ്റർവ്യൂ കണ്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു, സപ്പോർട്ട് ചെയ്തു, ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അതിനുശേഷം വീണ്ടും സജന നൂർ എന്നെ വെല്ലുവിളിച്ചു കൊണ്ടിട്ട് വീഡിയോ ഇട്ടു. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, സജന നൂറിന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രൈം എടുത്തിട്ടുണ്ട്. സജന നൂറിന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സജന എന്തുകൊണ്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്? സജന എന്തുകൊണ്ടാണ് പോലീസ് കേസുമായിട്ട് സഹകരിക്കാത്തത്? സജന ആദ്യം അത് ചെയ്യും. അതുപോലെ തന്നെ ഡിഫോമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എനിക്കെതിരെ നടത്തിയ പരാമർശം, നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചത്, നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തത് എല്ലാം വെച്ചുകൊണ്ടിട്ടുള്ള പരാതി ഡിഫോമേഷനും ചേർത്ത് ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് 1-2 ദിവസം കഴിയുമ്പോൾ കോടതിയിലെ പ്രൊസീജിയർ ഓൺ ആയിക്കോളും. കാരണം ഡിഫോമേഷന് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ടിട്ടാണ്. സജനയുടെ വെല്ലുവിളി ഞാൻ വീണ്ടും സമൂഹത്തിൻ്റെ മുമ്പിൽ പറയുകയാണ്. കുറച്ച് പേർക്കും കൂടെ അതിനൊരു ക്ലാരിറ്റി കിട്ടാനുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ആര് വന്നാലും ഞാൻ ഈ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളാണ്. ഞാൻ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് ആർക്ക് ഞാനൊരു ഡ്രഗ് ഉപയോഗിക്കുന്ന ആളെന്ന് സംശയമുണ്ടോ അവർ വന്നാൽ അത് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. ഞാൻ വരാം. ഓക്കെ, കുറെ ആൾക്കാർ ഈ പറയുന്നുണ്ടല്ലോ, ഈ ദിയാസന ഈ പറയുന്ന MDMA അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഭയങ്കര അഡിക്ഷനും പിന്നെ വിൽപ്പനയും പിന്നെ പെണ്ണുങ്ങളെ കയറ്റി കൊടുക്കുന്ന പരിപാടിയൊക്കെയാണെന്നുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറയുകയൊക്കെ ചെയ്യുന്നത്. ചില വ്ളോഗേഴ്സ് മാത്രമായിട്ട് ഈ അടുത്ത സമയത്ത് സ്വർണ്ണക്കടത്ത് കേസിൽ ഈ പറയുന്ന രേണുവിനെ ഏറി കയറ്റാൻ വേണ്ടി സ്വർണ്ണക്കടത്ത് കേസ് എന്ന് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ വോയിസ് ഒക്കെ കൊണ്ടുതരുന്ന ഒരു സ്ത്രീ ആരാന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാൻ ആ ഒരു സ്ത്രീയോടും കൂടെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദിയാസന ഓക്കെയാണ്. നിങ്ങൾ ചെന്നിട്ട് നിങ്ങളുടെ സർക്കിൾ ആരൊക്കെ ഉണ്ടെങ്കിൽ ദിയെ പോയി കാണുക. കണ്ടിട്ട് എവിടാന്ന് വെച്ചാൽ കൊണ്ട് ടെസ്റ്റോ കാര്യങ്ങളോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നടത്താം. ഞങ്ങളുടെ 10-12,000 രൂപയുടെ കാര്യമുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളെന്തായാലും സ്ഥിരം വീഡിയോ ഇടുന്നതാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ചാനൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാസം എത്ര രൂപ എത്ര ലക്ഷങ്ങൾ മേടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. അപ്പം നിങ്ങൾക്ക് പറ്റിയൊരു അവസരമാണ്. ഇതും ഒരു കണ്ടന്റ് ആക്കാൻ നിങ്ങൾക്ക്. ഇന്നപോലെ ഞാൻ ദിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ദിയെ കൊണ്ടുപോകാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതി ഒരെണ്ണം നടത്ത്. അവർ ചലഞ്ച് ചെയ്യുകയാണ് സജനയ്ക്കും. പിന്നെ ഇപ്പം എന്താ പറയുക, സജനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അവർ റെഡിയാണ്. ആർക്കാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 10-12,000 രൂപയാവുമെന്ന് തോന്നുന്നു ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോകാതിരിക്കുമോ ഒക്കെ ചെയ്യും. ഇനി അടുത്തത് വേറൊരു കാര്യം, ഇതിവിടെ നിൽക്കട്ടെ, ഇതിലോട്ട് വരുന്നതിന് മുമ്പ് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ കൊള്ളാവെന്ന് പറഞ്ഞിട്ട് ഇത് ഒന്ന് ദുബായി കയറി പോയിട്ട് അവിടെ ഈ പറഞ്ഞ കൊള്ളാവെന്ന് പറഞ്ഞിട്ട് ചേട്ടാ ശരിക്കും പറഞ്ഞാൽ രേണുസുതിയെ പോലെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. രേണുസുതിയെ പോലെ ഞാൻ ബാറുകളിൽ പോയിരിക്കുക. എനിക്ക് ഈ ലോകം അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ വിദേശത്ത്. എനിക്ക് ഫ്ലൈറ്റ് ഇരുന്നിട്ടില്ല ഞാൻ ഇന്ന് വരെ. അല്ല പറയട്ടെ, ഞാൻ പുള്ളിക്കാരൻ്റെ ചോദ്യം കൊള്ളാം. ബാറിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ എന്തിനാ അവരുടെ പേരെടുത്തിട്ടെന്ന് എനിക്ക് അറിയത്തൊന്നുമല്ല. അപ്പോൾ ഈ ബാറിൽ പോയിരിക്കുന്നത് ഓക്കെ, ഞാൻ അതിലോട്ട് സംസാരിക്കുന്നില്ല. അപ്പം ഇതൊക്കെ ഇപ്പോൾ ഇവിടെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാനൊരു കാര്യം പറയാം. എൻ്റെ പൊന്നി സജനെ, നിങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടി പറയുന്ന ഓരോ വാക്കുകളും സൂക്ഷ്യം കണ്ട് ശ്രദ്ധിക്കണം. ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. എന്തോ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്, എന്തോ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ അവരിങ്ങനെ ഈ ഒരു കാര്യമൊന്നും പറയത്തില്ല. ഇനി അത് നമ്മൾ ബ്ലോഗേഴ്സ് എടുത്തുകൊണ്ട് വന്നത് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്ത് കളഞ്ഞാൽ ചേച്ചിയുടെ അടപടലം 3 ചെയ്യാവും, ഉറപ്പാണ്. അതിനുവേണ്ടി ചേച്ചി മുൻകൂർ ജാമ്യം എടുക്കുന്നതിനകത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, സത്യസന്ധമായിട്ട് പറഞ്ഞാലാ. ഇപ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം, ഈ ദിയാസനെയും ഈ പറയുന്ന രേണുസുതിയും പിടിച്ചിടുമ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവരുടെ പിന്നിൽ ആരാണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ആരുടെ സപ്പോർട്ട് അവർക്ക് നല്ല രീതി ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അത് മറ്റാരുമല്ല, മറ്റേ സ്വർണ്ണക്കടത്ത് കേസിലെ രേണുസുതിയുടെ വോയിസും കാര്യങ്ങളൊക്കെ ഒരു താത്ത കൊണ്ടുവരുന്നുണ്ടായല്ലോ, അത് തന്നെയാണ് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നൊരു കാര്യങ്ങൾ തന്നെയാണ്. ഇവരുടെ വായിൽ കൂടെ തന്നെ പല ആൻസറിന് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഈ ഒരു വിഷയങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്ന, രേണുവിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇവിടെ ആ ഒരു കേസ് കെട്ടും എല്ലാം കൂടെ കയറ്റിയിട്ട് ഇവിടെ കൊണ്ടൊരു ഇൻ്റർവ്യൂ നടത്തിച്ചു. അതിനകത്ത് രേണുവിൻ്റെ പേരെടുത്തിട്ട് ദിയാസനയുടെ പേരെടുത്ത് ഈ 2 പേരിട്ടതിന് ശേഷമാണ് ഇവർ ഇച്ചിരി കൂടെ മാറിപ്പോയെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞാൽ ദിയാസനെ കയറി ചൊറിഞ്ഞ് ദിയ ഉള്ള വോയിസെല്ലാം പുറത്ത് വിട്ട് പൂക്കുട്ടി ശരിക്കും എക്സ്പോസായി. ഇനി അദ്ദേഹത്തിന് എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്ന് വെച്ചാൽ എന്താ പറയണ്ട, അയാൾക്ക് ഇനി വേറെ ഓപ്ഷൻ ഇല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം, അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട്, ആ ചേച്ചിയെ മറക്കരുത്. അവരൊരു പേഷ്യൻ്റാണ്, ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അവർ അത്രമാത്രം വേദന അനുഭവിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അവർക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ ഒരാളുമില്ല. ഞാൻ സ്ത്രീകളുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ വീഡിയോയിൽ ഇരുന്ന് പറയുന്നതൊക്കെ കാണാം. പക്ഷെ നിങ്ങൾ ആദ്യം സപ്പോർട്ട് ചെയ്യേണ്ടത് ആ വീട്ടിലിരിക്കുന്ന ആ ചേച്ചിക്ക് വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം അവരുടെ അവസ്ഥ ഭയങ്കര മോശമാണ്. ആ ഒരു സമയത്ത് ഇവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നടക്കുകയാണ്.
ഇങ്ങനെ ക്രിക്കറ്റും കളിച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ ബോൾ ബോയും അല്ല എന്നെ കൊണ്ടൊന്നും പറയുന്നില്ല, ഫുട്ബോളും ഒക്കെ കളിച്ച് പുള്ളി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നോ നാളെയെന്നും പറഞ്ഞൊരു പാവം ഒരാളെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ന്യൂസിലും അവിടെ ഇവിടെയൊക്കെ വരികയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും വരും. പിന്നെ ബ്ലോഗേഴ്സ് എല്ലാം എടുത്ത് അയക്കുകയും ചെയ്യും. അത്യാവശ്യം ഇവർ ഫേമായിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെയാണ്. സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മളെടുത്ത് ഇതിനെക്കുറിച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറയാതെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായി കാണുമല്ലോ. ഷാലു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാരകളൊക്കെ തന്നെയാണ്. പാരകളെന്ന് വെച്ചാൽ അതുപോലെ പാരകൾ തന്നെയാണ്. പല ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് ഇവർ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ വരെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് പിന്നെ എൻ്റെ ചാനലിൽ കൂടെ എനിക്ക് എന്ത് ഓപ്പണായിട്ട് തുറന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ദിയാസിനെ പറയാൻ നമുക്ക് ബാക്കിയും കൂടെ വെക്കാം. പിന്നെ രേണുവിനെ എടുത്ത് കൊണ്ടിട്ട് എന്ത് മണ്ടത്തരമൊക്കെയാണോ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് ആലോചിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാര്യം പറയുമ്പോൾ ചിന്തിച്ചു കൊണ്ട് പറയാൻ നോക്കുക. പ്രത്യേകിച്ച് ഇതുപോലുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കഷ്ടം. ഇവിടെ മെയിനായിട്ട് ഞാൻ ഇപ്പോഴും എൻ്റെ വീഡിയോ പറഞ്ഞു തരാം, നിങ്ങൾ അഭീതം നടത്തുമോ നടത്താതിരിക്കുമോ എല്ലാം നിങ്ങളുടെ ഇഷ്ടം കാര്യങ്ങളൊക്കെയാണ്, എന്താണെന്ന് വെച്ചാൽ ചെയ്തു. പക്ഷേ ഇവിടെ വന്നിട്ട് ഒരു ആണിൻ്റെ മണ്ടയ്ക്ക് എല്ലാ കുറ്റങ്ങളും കാര്യങ്ങളും എടുത്തിടുമ്പോൾ അത് നമ്മൾ പൊറുക്കൂല. കാരണം അയാൾ ഇത്ര തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും പറയാം, ഫിറോസ് അത്ര നല്ല പിള്ളയാണെന്നൊന്നുമല്ല ഞാനീ പറയുന്നത്. അതുള്ള കാര്യം ഞാൻ തുറന്നു പറയാം. അത്ര നല്ല പിള്ളയാണെന്നൊന്നുമല്ല ഞാനീ പറയുന്നത്. അയാളുടെ സംസാരവും രീതികളും ബിഗ് ബോസിലൊക്കെ കാണുന്ന എല്ലാവർക്കും ഭയങ്കര വെറുപ്പും കാര്യങ്ങളും. ആളൊരു ശുദ്ധനും പൊട്ടനുമാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. എല്ലാ കാര്യം ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇന്ന് കേരളത്തിലെല്ലാം എനിക്ക് തോന്നുന്നു ഒരു 97% ഈ പറയുന്ന ഫിറോസിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ബാക്കി 3% അറിയാമല്ലോ, ഓപ്പോസിറ്റ് എല്ലായിടത്തും കാണും അമ്മയത്തല്ലേ രണ്ട് പക്ഷം പറയുന്ന ആൾക്കാർ. അങ്ങനെ കുറേ ആൾക്കാർ ഞാൻ ആലോചിക്കുമോ, ഇപ്പോഴും ഈ സജിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണേ ഇവിടെ എല്ലാവർക്കും വരുത്തി തീർക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന ദിയാസേനയിലോട്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം. ഈ രേണുസുതിയിലോട്ട് ആൾക്കാർ ഫോക്കസ് ചെയ്യണം. ഇതൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പോകുന്നത് സജിനയും പൂക്കുട്ടിയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, എന്താ പറയുക, 2 ആഴ്ച കൊണ്ട് നമ്പർ 1 പൊസിഷനിൽ എന്തായാലും ഈ പറയുന്ന സജിന എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുള്ളിക്ക് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, പൂക്കുട്ടിയെ വിളിപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും നല്ലോണം ഇങ്ങനെ കഴിഞ്ഞു പോകാം. ആ ഒരു രീതിയിലാണ് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് പുള്ളി ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ നല്ല റിലേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ അതൊക്കെ തന്നെയാണ് കാര്യം. എവിടെ വേണമെങ്കിലും വന്ന് ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് ഞാൻ വന്നിരുന്ന് കുറച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ ടെസ്റ്റിനൊക്കെ ഭയങ്കര പൈസയാവും. ₹1 ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മുടക്കൂല. ഞാൻ ഓൾറെഡി ഡീഫമേഷൻ കേസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മാനം നശിപ്പിച്ചതിന് അവരെനിക്ക് പണം ഇങ്ങോട്ട് തരുന്നതല്ലാതെ ഞാനൊരു രൂപ അങ്ങോട്ട് തരില്ല. അതുപോലെ അങ്ങോട്ട് കൊടുത്ത് ഞാനൊരു കാര്യം ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇന്നലെ അവളുടെ വെല്ലുവിളി കണ്ടു. 3 കോടി ഞാൻ വാങ്ങിച്ചു എന്ന് തെളിയിച്ചാൽ അതിൽ 2 കോടി തരാമെന്ന്. അത് ഞാൻ വാങ്ങിക്കാൻ വരാം, 2 കോടി തരണം. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ കണ്ടായിരുന്നു. അതിനകത്ത് സജിന റസൽ പൂക്കുറ്റി പറയുന്നു 3 കോടി എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന്. ഒരു തെളിവ്, ഓൾറെഡി 40 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുമെന്ന് റസൽ പൂക്കുറ്റി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങിച്ചു തന്നു പറയുന്നുണ്ട്, നിങ്ങൾക്ക് വണ്ടി വാങ്ങിച്ചു തന്നെന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഡയമണ്ട് വാങ്ങിച്ചു തന്നെന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു എന്നൊക്കെ ഉള്ള വോയിസ് റെക്കോർഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടി തന്നെ പറയുന്ന പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സജിന മറ്റുള്ളവരുടെ പ്രൂഫ്? അതെ, ഞാനിന്നലെ എൻ്റെ വീഡിയോക്കകത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി 3 കോടി രൂപ ചേച്ചി വെച്ച് എന്താ 3 കോടി കിട്ടിയാൽ 2 കോടി നിങ്ങൾക്ക് അങ്ങ് തരാം, എൻ്റെ മക്കളെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞ് ഓർമ്മയില്ലേ ചേച്ചി? എൻ്റെ പൈസ ഇങ്ങനെ എത്തിക്കണം ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം കേട്ടോ. എനിക്ക് എൻ്റെ പൊന്നെ ചേച്ചി, ഞാനെനിക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഈ സ്പ്രേ ഒക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നാൽ മതിയോ? നമുക്കൊക്കെ വേണ്ട ഒരു സ്പ്രേ കമ്പനിയൊക്കെ, അപ്പം ജീവിക്കണ്ടേ? കഷ്ടം. എന്തായാലും എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു വ്യക്തിയോട്, പുച്ഛം മാത്രമേ ഉള്ളൂ. ഞാൻ എത്ര ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതൊന്നുമില്ല, ഇപ്പം നിങ്ങൾ കേട്ടതൊക്കെ വെറും ഒരു പടത്തിൻ്റെ ഒരു ടീസർ മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഇനി ട്രെയിലർ, പടം കിടക്കുന്നത്, പിന്നെ റിലീസ് കിടക്കുന്നത്, തിയേറ്ററിൽ പ്രദർശനം എന്തൊക്കെയാണ് കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഒരു വിഷയം എനിക്കൊന്നേ പറയുള്ളൂ, നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പൂക്കുട്ടിയുടെ പല ബന്ധങ്ങളും പുറത്തു വരും. അത് ഏറ്റവും വലിയൊരു നാണക്കേടായിട്ടേ പോകത്തുള്ളൂ. അപ്പം 2 കോടി സജനത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോടി ഇല്ലെങ്കിൽ 1 കോടിയെങ്കിലും വേണം. കുറച്ച് പാവം പിടിച്ച സ്ത്രീകൾ ഇവിടെ ഉണ്ട്. അതുപോലെ നിന്റെ ഹണി ട്രാപ്പിൽ പെട്ട കുറച്ച് പുരുഷന്മാരുണ്ട്, ലക്ഷങ്ങളൊക്കെ പോയ പുരുഷന്മാർ, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ താന്ന് പറയുമ്പോഴത്തേക്ക് നിനക്ക് ചിലപ്പം ഫീലാവും. അപ്പം നീ അവർക്ക് കൊടുത്താൽ മതി. അപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഭയങ്കര ഒരു വിഷമ ഘട്ടം കൂടി ഇതിനകത്തുണ്ട്. കാരണം ആ സങ്കടം പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ
റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യ ഷാദിത്തയോട് വളരെയധികം സ്നേഹത്തോടെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. നിങ്ങളുടെ മക്കളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കാരണം ഈ ഫ്രോഡുകൾ രണ്ടും കാണിച്ച കാട്ടായിത്തരത്തിലൊക്കെ ഞങ്ങളോട് കള്ളം പറഞ്ഞതാണ്. റസൂൽ പൂക്കുട്ടി വിവാഹം ചെയ്തു എന്നും അതുപോലെ ഫിറോസ് ഖാൻ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞാണ് ഈ റിലേഷൻഷിപ്പ്. ഞങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റി നോക്കിയിരുന്നില്ല. പിന്നെ പോകെയാണ് അറിഞ്ഞത് ഇവൾ കള്ളമാണ് ഞങ്ങൾക്ക് പറഞ്ഞത് ഈ പ്രശ്നങ്ങളൊക്കെ ആയി തുടങ്ങിയതിന് ശേഷം. അതിനാലാണ് ഞങ്ങൾക്ക് അങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. സോ അതിന് ഇത്ര ക്ഷമിക്കണം. ഈ സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടായിത്തരങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ട് റസൂൽ പൂക്കുട്ടി ആണ്. റസൂൽ പൂക്കുട്ടി സജിനെ ഇറക്കി ഫിറോസിക്കെതിരെ വീഡിയോ ചെയ്യിപ്പിച്ച് സജിനയ്ക്ക് ഭയങ്കരമായ സിമ്പതി ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടി. ഫിറോസിക്ക സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്ത അവസ്ഥയിലെത്തി. അവിടെ നിന്ന് അയാളെ രക്ഷിച്ചു കൊണ്ടുവന്ന് അയാൾ എല്ലാ ഡീറ്റെയിലും വെച്ച് ക്ലിയർ ആയിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ സജിനയുടെ ഇമേജ് പോകുന്ന സാഹചര്യത്തിലാണ് റസൂൽ പൂക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളുടെ ക്ലിയർ കട്ടായിട്ടുള്ള പിക്ചർ വെളിയിൽ വരുന്നത്. ഇതുവരെയും അയാൾ പുറത്തേക്ക് വന്നിട്ടില്ല. അയാൾക്ക് നല്ല രീതിയിലുള്ള ടോളറേറ്റിങ്ങും നല്ല രീതിയിലുള്ള അബ്യൂസിങ്ങും സജിനയിൽ നിന്ന് കിട്ടിയിട്ട് പോലും അയാൾ പുറത്തേക്ക് വന്നിട്ടില്ല. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യങ്ങളൊന്നുമല്ല. അയാൾ ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സജിനയും റസൂൽ പൂക്കുട്ടിയും ചേർന്ന് ഈ സമൂഹത്തിൽ ഒരുപാട് വൃത്തികൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ കുറേ അധികം വൈകിയതിന് ശേഷം ഞങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഞങ്ങളത് തുറന്നു പറയുകയും ഇവരെ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഷാദിത്ത വീണ്ടും പറയാണ്, നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും ഞാൻ ക്ഷമ ചോദിക്കാം. ഓക്കെ, അവരെന്തായാലും ആ ഒരു കുടുംബത്തിനോട് ക്ഷമ ചോദിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാ പ്രശ്നത്തിലും കാര്യങ്ങളും എല്ലാം ദിയാസനെ ഇടപെടുകയൊക്കെ ചെയ്തത്. അത്യാവശ്യം ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള ആൾക്കാരാണല്ലോ ഇവരൊക്കെ. പിന്നെ എന്ത് വിഷയമാണെങ്കിലും ഇതിലെ അവിടെ പോകും ഇവിടെ പോകും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും മറ്റേത് പോകും പ്ലീസ് കഷ്ടമാണെന്നുള്ള രീതിയിൽ ഇദ്ദേഹം വിളിച്ച് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു. കാരണം ഇപ്പോൾ ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പൂക്കുട്ടി എന്ന് പറഞ്ഞാൽ. ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിയൊക്കെ ഇവരെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല, അയാൾക്കത് തന്നെ വേണം. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഫിറോസ് ഖാൻ ഒരുപാട് വട്ടം അയാളോട് റിക്വസ്റ്റ് ചെയ്തതാണ്, ഒന്ന് പോ പ്ലീസ്, ഒന്ന് പോകും എന്നുള്ള രീതി റിക്വസ്റ്റ് ചെയ്തതാണ്. എന്നിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ വിടാതെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ലൈഫിൽ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഇത് കാണുന്നവരോട് ഞാൻ ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഇവിടെ കമ്മിറ്റഡ് ആണെന്നോ അല്ല ഞാനിവിടെ പറയുന്നത്. അനുഭവിച്ചവർക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ. ഒന്ന് പോടി എന്ന് പറയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അതൊന്നും പറഞ്ഞ ഒരു മനുഷ്യനും മനസ്സിലാകത്തില്ല. എല്ലാവരുടെ ലൈഫിലും ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട്. അത് അറിഞ്ഞിട്ടുള്ളവർ എന്തായാലും ഈ ഒരു വിഷയത്തിൻ്റെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ. അത് അങ്ങനെ ഒരു കാര്യം. ഇനി ചേച്ചി അന്ന് ചേച്ചിയുടെ ബാക്കിയും കൂടെ ഒന്ന് കേൾക്കട്ടെ. ഇങ്ങനെ ആ കൊച്ചു അബദ്ധവശാത്തിൽ വന്ന് വീണേ തോന്നുന്നു. കാരണം എന്നെ കാണുമ്പം ഞാൻ ശരിക്കും ഇതിനുള്ള വാർക്കിന് വേണ്ടി വന്ന ആളല്ല എന്നുള്ളത് കാണുമ്പോൾ അറിയാം. എനിക്ക് ഈ ലോകപരിചയം ഒന്നുമില്ല എന്നുള്ളത് അറിയാം. എന്നെ ഫോട്ടോ വെച്ചിട്ട് ചേട്ടാ ഇപ്പോഴും ദുബായിൽ എന്നെ എത്ര രൂപയ്ക്ക് വെച്ച് കിട്ടും എന്നുള്ള രീതിയിൽ എൻ്റെ ഫോട്ടോ വെച്ച് അവിടെ പ്രചരിപ്പിച്ചു തുടങ്ങി. ഇവൾ ബിസിനസ് ചെയ്യുവാണ്, എന്നെ കൊണ്ടുവച്ചിട്ട് ഇവളാണ് ബിസിനസ് ചെയ്യുന്നത്, എത്ര രൂപയ്ക്ക് എന്നെ കിട്ടും എന്ന് പറഞ്ഞോട്ടെ എന്നെ കിട്ടും എന്നുള്ള രീതി. ഇത് ഞാൻ അറിയുന്നത് പോലും ഇല്ല. പൊട്ടി ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടെ. നമ്മൾ ഷോപ്പ് വിസിറ്റിംഗ് പറയുമ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഇതാണ് എനിക്കറിഞ്ഞൂടെ. പോയി അവിടെ ഇരിക്കുക എഴുതുക ഒന്നുമില്ല. നമ്മൾ നല്ല ഡ്രസ്സിൽ തന്നെ പോയിരിക്കുന്നത്. നമ്മൾ അവിടെ പോയിട്ട് ഒന്നും ചെയ്യണം, അവിടെ പോയി ഇരുന്നാൽ മതി. എന്താ നോമി പറയാ? ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ ഈ ഇൻ്റർവ്യൂ വന്നിട്ട് ഇത് പറയുന്നത്? ഞാൻ അറിയാൻ പറ്റത്തോട്ട് ചോദിക്കുക. ഇതിപ്പോൾ ചുമ്മാ ഞാൻ കാര്യം പറയാം. ആൾക്കാർ പല രീതിയിൽ തെറ്റിദ്ധരിക്കാം. ഇത് മുൻകൂട്ടി എല്ലാം പറഞ്ഞിടുകയാണ്. ഇനി അറിയാമല്ലോ, ഒരു വിഷയം ഉണ്ടെങ്കിൽ വ്ളോഗേഴ്സ് എല്ലാം തപ്പിക്കൊണ്ട് വരും, എടുത്തുകൊണ്ട് വരും. ദുബായിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. താത്ത പറഞ്ഞു തരും. താത്തയ്ക്ക് നല്ല രീതിയിൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ, ദുബായ് കേസ് കേട്ടതിലൊക്കെ. ചിലപ്പോൾ ഇവരവിടെ പോയിരിക്കുന്നത് വല്ല തീർത്ഥത്തും മേടിക്കാൻ വേണ്ടി വല്ലതായിരിക്കും. അങ്ങനെ താത്ത പ്രസൻറ്റ് ചെയ്യത്തുള്ളൂ. അത് വേറെ കാര്യങ്ങൾ. താത്തയ്ക്ക് ഭയങ്കര ജീവനല്ലേ? ഈ എൻ്റെ പൊന്നോ എന്തൊക്കെയാണ് ഇത് വെറുതെ നാണം കെടാൻ വേണ്ടി വന്നിരുന്ന് കുരയ്ക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പറ അവർ എല്ലായിടത്തും പോയി ചിലവരൊക്കെ മറ്റേ വൈനൊക്കെ മേടിച്ചോണ്ട് വരും. നമ്മളവിടെ നമുക്കൊരു കോക്ടെയിൽ പോലെ മറ്റേ ഈ ജ്യൂസ് പോലത്തെ സാധനങ്ങളെ കൊണ്ട് വെക്കും. നമ്മളവിടെ ഇങ്ങനെ ഇരിക്കും. ഞാൻ മറ്റേ മന്ദബുദ്ധികളെ പോലെ അവിടെ ഇരുന്ന് ഇവരും എൻ്റെ കൂടെ കാണും. ഞാനിരുന്ന് ഓക്കെ ഇതാണ് എൻ്റെ അവിടുത്തെ ഇത്. അത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് ഇങ്ങനെ അതാവെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരിയെ വിളിച്ച് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സുകൾ പറഞ്ഞു, ഈ കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ, അവളൊരു പൊട്ടി പെണ്ണ, ഇനി നെക്സ്റ്റ് ചിലപ്പോൾ ഇവിടെ കൈവിട്ട് പോകും. അതായത് ഭയങ്കര ഇല്ലീഗലായിട്ടുള്ള നടക്കുന്ന സ്ഥലത്തല്ല എന്നെ കൊണ്ടുപോകാം. ഇല്ലീഗലായിട്ട് നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇത് ഉറപ്പാണ്. ഇത് വെൽ പ്ലാൻഡ് ആയിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആണ് ഈ മറുനാടനെ കൊടുത്തത്. ഇത് ആരാണ് ഇതിൻ്റെ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തത്? അതാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. എനിക്ക് ഉറപ്പാണ് ഏകദേശം താത്തയുടെ എന്തോ കളികൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആ രേണുവിൻ്റെ ആ ഒരു വിഷയം അറിയാലോ. ഞാനൊരു കാര്യം പറയാം, രേണുവിൻ്റെ വിഷയം എല്ലാവർക്കും അറിയാലോ. അതെല്ലാവരും ഈ ദുബായ് കേസ് കേട്ട് സ്വർണ്ണക്കടത്ത് കേസ് കേട്ടെല്ലാം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഓഡിയൻസ് ഉണ്ട്. എൻ്റെ പൊന്നു, ഈ തള്ളയൊക്കെ വിചാരിച്ച നല്ലൊരു സ്ക്രിപ്റ്റ് മലയാളം പടത്തിൽ കിട്ടുമല്ലോ. അമ്മാതിരി സ്ക്രിപ്റ്റാണല്ലോ ഈ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്
അതുപോലെ പഠിപ്പിച്ച് പറഞ്ഞു വിട്ട പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, എന്തൊക്കെയോ കളികളുണ്ട് ഇതിനകത്ത്. ഇവർ 3 പേർ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഫ്ലാറ്റിലാണ് ആഫ്റ്റർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ നടക്കുന്നത്. ലഹരിയോ മരുന്നുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെയും വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം ഇവർ നമുക്ക് നാളെ ലീഗലായിട്ട് പോകുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഡിജിറ്റൽ തെളിവാണ്. ചുമ്മാ വായിച്ചൊന്നും വിളിച്ചു പറയുക. ഇവരൊക്കെ ഈ പറഞ്ഞ ലക്ഷ്മി കൊണ്ടുനടന്ന സജനയ്ക്ക് ഒരു പുതിയ ലോകം എന്താണെന്നുള്ളത്, ലഹരി ലോകം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ എന്തൊക്കെ ചെയ്യിപ്പിക്കാമോ അതെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ അബുദാബിയിൽ ഒരു ലേഡിയുമായിട്ട് പേര് പെട്ടെന്ന് പറഞ്ഞു, ആ ലേഡിയുമായിട്ട് സജന പോകുന്നു. വാവ്, അടിപൊളി. ഞാനൊരു കാര്യം തുറന്നു പറയാം. ഈ ഒരു വിഷയം ഫോളോ ചെയ്യുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്താണ് സത്യാവസ്ഥ എന്നുള്ള രീതിയിലാണ്. കൊള്ളാം, അടിപൊളി. അപ്പം നേരെ തിരിച്ച് എന്തെങ്കിലും പ്രതികരിക്കുന്ന സാധനം പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ പ്രതികരിക്കും, പക്ഷെ അങ്ങനത്തെ എന്നെ ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. ദൈവം സത്യം, ഇനി പറയും ഞാൻ അങ്ങനെ പോയി പേഴ്സൺ പറയും. എന്റെ മക്കൾ സത്യം, എന്റെ മോൾ സത്യം, ഒരിക്കലും ഒരുത്തന്നെ എന്നെ തൊടാനോ വൃത്തിയുടെ രീതിയിലൊന്നും അതില്ല. പക്ഷെ ഒരു കുട്ടീനെ നശിപ്പിക്കുന്നതിന്റെ കാര്യം ചിന്തിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ പിന്നെ കുട്ടികളെ കൊണ്ട് സത്യം ഇടുന്നതിന് വലിയ വാല്യൂ ഒന്നും ഇല്ല. ആ സിറ്റുവേഷനിലോട്ട് ആയി വരുമായിരുന്നു. എന്നെ വെച്ചിട്ട് ബിസിനസ് ചെയ്യാനുള്ള രീതിയിലായിരുന്നു അവിടെ. ഓഹോ. അപ്പം ദുബായ് പോകുന്ന ടീംസുകളെല്ലാം അമ്മാതിരി ടീമാണെന്നുള്ള രീതിയിൽ. ഓക്കെ. എന്നാലും ആ ഫിറോസിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ വന്നതിൻ്റെ ഒരു ഇതാണ് ഇപ്പം ചേച്ചി ഈ ഒരു സംസാരങ്ങളൊക്കെ പറയുന്നത്. അതും മനസ്സിലാവുന്നുണ്ട്. ഇതിൻ്റെ പിന്നെ താത്തയെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെന്നൊക്കെ ഈ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇതൊന്നും ബുദ്ധിയോട് ആരും ചിന്തിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അതിനേക്കാളും രസകരം. അപ്പോഴേക്ക് പുള്ളിക്കാരി ഓടി അറിഞ്ഞ് പുള്ളിക്കാരിയുടെ പൈസ എടുത്ത് പുള്ളിക്കാരി ഓടിയെത്തി. ശരിക്കും അവരൊക്കെ എനിക്ക് അവരെയും കൂടി ഇതിനകത്ത് പിടിച്ചിട്ടില്ല. അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പേഴ്സണായിട്ട് തീർച്ചയാണ്. അല്ലെങ്കിൽ ഞാൻ വെറും മറ്റേ നമ്മൾ എങ്ങനെ ജീവിക്കുന്ന എനിക്കറിഞ്ഞൂടെ. എനിക്കറിയത്തില്ല അവസ്ഥ എന്താണെന്ന് പോലും അറിയത്തില്ല. കാരണം അത് ഞങ്ങളൊക്കെ ലോകത്ത് പോയി എന്താ പെട്ടുപോകുന്ന സംഭവങ്ങളാണ്. ചില പെണ്ണുങ്ങൾ പെട്ടുപോകുന്ന പറയുന്നത് പെട്ടുപോയാണ് ഞാൻ. അവിടുന്ന് എന്നെ ഈ പുള്ളിക്കാരി വന്നിട്ട് ഈ പുള്ളിക്കാരി വിളിച്ച് പുള്ളിക്കാരുടെ അടുത്ത് റസൂൽക്കാരത്തൊക്കെ വിളിച്ച് പറയുന്നു, ഇവരെല്ലാവരും കൂടെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് അവിടുന്ന് കൊണ്ടുവരുന്നത്. ഉൾപ്പെടെയാണ് ഇവിടുത്തെ കൊണ്ടുവരുന്നത്. എനിക്ക് ആ സമയത്ത് അയാളുമായിട്ട് അഫെയർ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതുമായി പോയി കിടക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനത്തെ ഒരു അഫെയറിൽ ഞാൻ ഇങ്ങനത്തെ അലിഗേഷൻ അങ്ങനത്തെ ഒരു പോയി വീണ്ട ആവശ്യമില്ല. എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലോ. ഞങ്ങൾ ഇന്നലെ ചേച്ചി വോയിസും കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു. എന്തിനാ എൻ്റെ കൂട്ടുകാരെ വിളിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ. അപ്പാവും ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മുടെ റിയാസനെയും ഈ പറയുന്ന പൂക്കുട്ടിയും കൂടെ ഫോണിൽ സംസാരിക്കുമ്പോഴേ എന്തിനാ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പൂക്കുട്ടി പറയും മിണ്ടാതിരി അവസ്ഥയെ. സത്യം പറയാമല്ലോ, ഞാനൊരു കാര്യം തുറന്നു പറയാം. നമ്മളിപ്പോഴുള്ള റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടോണ്ട് ഇതുപോലുള്ള കള്ളങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. കുറേ ആൾക്കാർ വരുന്നുണ്ട്, നിനക്കൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇരുന്ന് ചുമ്മാ കൊണയടിച്ച് ഇങ്ങനെ നടന്നാൽ മാത്രം മതിയെന്ന്. ഒരുത്തൻ്റെ ജീവിതമാണ് നമുക്ക് ഇതിൽ നിന്നൊന്ന് രക്ഷിക്കാൻ പറ്റിയത്. ഒരുത്തൻ്റെ ജീവിതം, അല്ലെങ്കിൽ നാളെ നാട്ടുകാർ മൊത്തം അവനെ കല്ലെറിഞ്ഞു കൊന്നേനെ, ഈ പറയുന്ന നിങ്ങൾ ഉൾപ്പെടെ. അല്ലേ ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? അപ്പൊ അവിടെ നിന്ന് നേരെ കൊണ്ടുവന്നിട്ട് ഇവരെല്ലാം കൂടെ, കാരണം ഈ സാധനം ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇവരെ ഞാൻ എന്തിനാണ് ഇവിടെ വെപ്രാളമായിരുന്നു അവിടെ നടക്കുന്നത്. എന്നെ പ്ലാൻ ചെയ്ത് വലിയ പ്ലാൻ ചെയ്ത് ഇവിടെ അങ്ങനെ കൊണ്ടുവരണം. ഇതിനകത്ത് കാരണം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എന്നെ കുരുക്കാനുള്ള കുറേ കാര്യങ്ങൾ. എന്റെ പേര് തന്നെ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള ഇൻഷുറൻസിന്റെ സാധനങ്ങൾ എന്തൊക്കെ ചേർത്ത് വെക്കുന്നു. ഇൻഷുറൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസിന്റെ പൈസ പിന്നെ ഞാൻ ഇൻഷുറൻസിന്റെ പൈസ ഇട്ടിട്ട് എന്നെ അങ്ങ് ജയിലാക്കാൻ പറ്റുന്ന എന്തൊക്കെയോ എനിക്കറിയില്ല. എന്തൊക്കെയോ രീതിയിൽ പുള്ളിക്കാരിയായിരുന്നു അവിടുത്തെ ഏറ്റവും നമ്പർ 1 മറ്റേ നമ്മുടെ ഗോൾഡ് മാഫിയ, അങ്ങനത്തെ കുറച്ച് മാഫിയ ടീമാണ് ഇവര്. എനിക്കറിയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പോയി വീണതെന്നുള്ളത്. ഓക്കെ ചേച്ചി പറ ഞാൻ കൂടുതൽ പറയുന്നില്ല. മാഫിയ അതാരായിരിക്കും? ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ വ്യക്തിയോടെതിരെ കേസ് കൊടുത്തില്ല? എന്തുകൊണ്ട് ആ വ്യക്തിക്കെതിരെ നിയമപരമായിട്ട് പോയിട്ടില്ല? അതാദ്യം പോ ഞങ്ങൾ കൂടെ നിൽക്കാം. അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അതാരാന്നൊന്നും അറിയണമല്ലോ. കൊള്ളാലോ. സജനയുടെ കയ്യിൽ ഇവർ ഗോൾഡ് തിരിച്ചു വരുന്ന ഒരു സാധനം ഇല്ലല്ലോ. എന്നെ ഇവരാണല്ലോ കൊണ്ടുവരുന്നത്. ഇവിടുന്ന് ആ ഗ്യാപ്പിൽ നിന്ന് നമ്മൾ വേറൊരു ഗ്യാങ്ങിലോട്ട് കൊണ്ടുവന്ന് അവർ വന്നിട്ട് ഈ പുള്ളിക്കാരി കുടുങ്ങി എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷമാണോ മനസ്സിലായി? അല്ല, ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ കുറച്ച് ഇപ്പം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, ഇത് ശരിയാവത്തില്ല, ഇവിടെ വന്നോ, നീ പെട്ടെന്ന് വന്നോ എന്ന് ഇവരെല്ലാം കൂടെ വിളിച്ചിട്ട് അങ്ങനെയാണ് പുള്ളിക്കാരൻ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് റസൂൽക്ക വിളിച്ചതിന് സംസാരിക്കുന്നത്. നമ്മൾ വേറെ ഒന്നും വേണ്ട ടെൻഷൻ നോക്കിയാൽ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, നീ പോയി വീണേക്കുന്ന വലിയൊരു സംഭവത്തിൽ ഇവിടെ വന്നിട്ട് നമുക്ക് പറയാം എന്ന് പറഞ്ഞു ഇവരെ ഞാൻ പേടിപ്പിക്കുക എല്ലാവരും കൂടെ. ലാസ്റ്റ് ഞാൻ അവിടുന്ന് എനിക്കും എന്തൊക്കെയോ ചെറിയ എന്തൊക്കെയോ മണ്ടി ഇത്രയും പ്രായമായിട്ട് അതുപോലും മനസ്സിലായില്ല. പുള്ളി കയറാട്ടം കളിച്ചിട്ട് നൈസായിട്ട് അങ്ങ് ഊറ്റി. അതുകൊണ്ട് എന്താ ഇപ്പൊ പുള്ളി ഊട്ടിക്കൊണ്ടിരിക്കുക. എന്തോ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞൂടാതെ ഞാൻ പേടിച്ച് ഞാൻ അവിടുന്ന് അവരെല്ലാവരും കൂടെ എന്നെ ചേർത്ത് കെട്ടി പാവ പിള്ളേരെല്ലാവരും കൂടെ ആയിട്ട് അവിടെ നല്ല കുറേ മനുഷ്യരും കൂടെ ചേർന്നിട്ട് എന്നെ നാട്ടിൽ കൊണ്ടുവരുന്നത്. നാട്ടിൽ കൊണ്ടുവന്നിട്ടാണ് എന്നെ ഇരുന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് നിന്റെ ഫോട്ടോ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നത്, നിന്നെ ഇങ്ങനെ വെച്ചിട്ട് ആൾക്കാരെ വെച്ചിട്ട് നിന്നെ ഇങ്ങനെ അടുത്ത നിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും കലക്കി തന്നിട്ട് എന്തെങ്കിലും ചെയ്ത് തന്നിട്ട് നിന്നെ ഓരോരുത്തർക്ക് കൊടുക്കാൻ.
ഫിറോസ് ഖാൻ അറിഞ്ഞോ എനിക്ക് അറിയാമായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് പുള്ളിയുടെ ഭാഗത്തു നിന്ന് അതേക്കുറിച്ച് വല്ല പരാമർശം ഉണ്ടായിരുന്നു? ഇല്ല, കാരണം വെച്ചാൽ പുള്ളിയായിട്ട് ഞാനുമായിട്ട് സംസാരമൊന്നും ഇല്ലല്ലോ. ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നലാ. നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തവരാണെങ്കിൽ ആദ്യം മെസ്സേജ് പുള്ളിക്ക് എത്തിക്കാണും. ആ ഇനമാണ് പുള്ളിക്കാരൻ. കാര്യമൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പുള്ളി ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണെങ്കിലും കൊണ്ടുവന്നിട്ട് പറയും. ആ കാര്യത്തിൽ ഫിറോസ് ഖാൻ എല്ലാവരും അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തി ഇപ്പോഴും ഒരു അക്ഷരം മിണ്ടാതെ പോയി എന്നിട്ട് ഇത്രയും തെളിവുകളായിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് ചേച്ചി ഭസ്മമായി എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ പറയാം. സമയമെടുത്ത് ചെയ്തൊരു വീഡിയോ ആണ്. ആ വീഡിയോയ്ക്ക് ശരിക്കും എന്താ പറയണ്ടേ റിസൾട്ടും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വരുന്ന ന്യായം പറയുന്നത് കേട്ടില്ലേ? നല്ലൊരു കെയറിങ്, അതായത് നമ്മൾ പോയ ഒരു വൃത്തികെട്ട കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു വ്യക്തിയാണ്. കാരണം അതിനുവേണ്ടി പൈസ ചെലവാക്കി ഒരു കുഴിയിൽ നിന്ന് തന്നെ വേണം പറയാം, അത്രയും വലിയൊരു കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന. പിന്നെ എന്റെ മെന്റൽ സപ്പോർട്ടിംഗ് ആയിട്ട് എൻ്റെ പൊന്നു ചേച്ചി, ഒരു വാഴ വാഴ വെക്കാനാണെങ്കിൽ ഒരു കുഴി നമുക്ക് നിട്ടേ പറ്റത്തുള്ളൂ. അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ. എന്നാലല്ലേ വാഴ കൊലച്ച് മുളച്ചൊക്കെ നല്ല രീതിയിൽ വരുവൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വളം ഇട്ട് കൊടുത്താൽ മാത്രം മതി. ചേച്ചിക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ചേട്ടന് നല്ല രീതിയിൽ കുഴിച്ച് ശീലമുണ്ട്, അതുകൊണ്ടാ. ഇവർ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല തിക് ഫ്രണ്ട്സ് ആയി ഞങ്ങൾ. കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ എന്ത് വന്നാലും ഞാൻ അങ്ങോട്ട് പറയും എങ്ങനെയാണ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എനിക്ക്. അതായത് ചേട്ടൻ ഞാൻ അതിനുശേഷം ഒരു വർഷം വർക്കില്ലാതെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടു ചെലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്, കാരണം ഒരു പുള്ളി ഡോക്ടറാണ്, പ്ലംബറാണ്, എന്തൊക്കെയാണ്, അച്ഛനാണ്, അതുവരെ പറയുന്നുണ്ട് പുള്ളിക്കാരി. ആ പുള്ളിക്കാരനെയാണ് ഇന്നലെ പച്ചയ്ക്ക് കാട്ടി വിട്ടത്. എനിക്ക് ഇവരുടെ കാര്യം വരുമ്പോൾ കോമഡി വരിക ഗൈസ്, കോമഡി. പറ എന്തൊക്കെയാ. ഞാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചു വരുത്തി വിളിച്ചിട്ട് വന്നത് ശിക്ഷയാണ് ഇപ്പൊ വന്നത് പുള്ളിക്കാരൻ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു തിക് ഫ്രണ്ട്സ് ആയി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാറായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്റെ ആരാണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അയാൾ. ഞാൻ ഈ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് ചിരിച്ചൊരു പരുവായി പോയി. സത്യം പറയാലോ, നമ്മൾ ആ ഫിറോസിൻ്റെ ആ ഒരു വോയിസോ കാര്യങ്ങളോ കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു സ്ത്രീക്ക് വേണ്ടി സംസാരിച്ചേനെ. സത്യമായിട്ടും ഇപ്പോൾ ചിരിയാ വരുന്നത്. ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന ഇവറ്റകളൊക്കെ കൊണ്ട് കേസ് കൊടുത്താലും പോലീസുകാരാണെങ്കിൽ പോലും ഇരുന്ന് കൈയടിക്കും. അമ്മ എന്തിനാ അപരാധം, അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്റെ ദൈവമാണോ എന്ന് എനിക്കറിയത്തില്ല. അത്രയും എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയാമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ എന്റെ കൈപിടിച്ചുള്ള ഒരു വലിയൊരു മനുഷ്യൻ. പിന്നെ വഴക്കുണ്ടാവാം, ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയാലും നമ്മൾ തമ്മിൽ നേരത്തെ ഫ്രണ്ട്സ് ആയാലും എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാവും. 3 കോടി രൂപ ചോദിച്ചാൽ 39 ലക്ഷമാണോ കൊടുക്കുന്നത്? തർക്കം ഉണ്ടാവാതിരിക്കുവോ? ചുമ്മാ അതൊന്നും എനിക്ക് കുഞ്ഞൊന്നും ഉണ്ടാവത്തില്ലല്ലോ. സാധനം എടുത്ത് വെച്ചിട്ടല്ലേ എനിക്ക് ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞ ടീമാ. അപ്പം ഈ സംഭവങ്ങൾ വന്നിട്ട് ഈ വോയിസ് റെക്കോർഡൊക്കെ വെളിയിൽ വരാൻ കാരണം ഞാൻ പറഞ്ഞത് കുറച്ച് ഫ്രണ്ട്സ് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. ഞാനത് എത്ര കിട്ടിയാലും പഠിക്കുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ഉദാഹരണം ഞാൻ തന്നെയാണ്. അതിനുശേഷം ഈ വോയിസ് റെക്കോർഡ് ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് തർക്കങ്ങൾ വരുമ്പോഴും ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ച് പറയുമ്പോൾ ഇക്കാര്യം വിളിച്ചിട്ട് അവൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന നിങ്ങൾ എന്ന് നമ്മൾ പുള്ളിയോട് പറയും. അപ്പൊ ഞാൻ പറയാം ഇക്ക അങ്ങനെ പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് ഡബിൾ ഗെയിം കളിക്കുന്ന പുള്ളിയെന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നു. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു. അന്ന് ഈ റെക്കോർഡിന് കേൾക്കുന്ന ഞാൻ സംസാരിച്ച റെക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് ഉള്ളത് ആ പുള്ളിക്കാരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്ര സിമ്പിളായിട്ടാ ചേച്ചി ഇതൊക്കെ എനിക്ക് എത്ര സിമ്പിളായിട്ട് ഇതൊക്കെ പറയുന്നേ. അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. എൻ്റെ വോയിസ് റെക്കോർഡൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സോഷ്യൽ മീഡിയ വന്നിട്ട് ഒരു ലൈവ് ഇട്ടത് ഈ ഒരു സ്ത്രീയാണ് അദ്ദേഹത്തിനെ കൊണ്ട് യൂട്യൂബിൽ വന്ന് ലൈവ് ഇട്ടിട്ട് എന്നിട്ട് 20 മിനിറ്റുള്ളിൽ ആ ലൈവ് ഓഫ് ചെയ്തവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ആ ഒരു വീഡിയോ. അതിനുശേഷം നീലക്കുയിലിന് അങ്ങോട്ട് പോസ്റ്റ് ഇടിപ്പിക്കാൻ പൈസ കൊടുത്ത് പിന്നെ അത് റിമൂവ് ചെയ്യിക്കാൻ പൈസ കൊടുത്ത് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു സ്ത്രീയാണ്. അദ്ദേഹത്തിന് എന്താ പറയേണ്ടത്, വരഞ്ഞ് മുറക്കി വെച്ചിരിക്കുകയായിരുന്നു. ലൂപ്പിപ്പെട്ടൊരവസ്ഥയായിരുന്നു സത്യം പറഞ്ഞ അയാളുടെ അവസ്ഥ. പെട്ടുപോയി. ഈശ്വര, ഞാൻ മൂർഖം പാമ്പിനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ പല ബന്ധങ്ങളും കണ്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഇവരെ പോലുള്ളവർക്കൊക്കെ പൈസ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. ആത്മാർത്ഥയോടൊന്നും ഒരു ബന്ധമോ കാര്യങ്ങളൊന്നുമില്ല. എന്നെ ചതിച്ചാൽ ഞാൻ തിരിച്ചിട്ട് പണിയും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അത് നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ. അതാ എത്ര കൂളായിട്ട് വന്നിട്ട് അവർ ഈ പറയുന്നത് കണ്ടാ. ഇങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ വോയിസ് എടുത്ത് കേൾപ്പിച്ചെന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും ഇവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ മൈൻഡ് സെറ്റ് എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ പോട്ടെ, നമ്മുടെ ഒരു ശത്രു ആയിക്കോട്ടെ. ആ ശത്രു ആണെങ്കിൽ ആ വ്യക്തിയുടെ എന്തെങ്കിലും നമ്മൾ കിട്ടുവാണെങ്കിൽ സൂക്ഷിച്ച് വെച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത്രയും വർണ്ണിച്ച് പൊക്കി പിടിച്ച് വെച്ചിരിക്കേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച്.
ആൻമറിയ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരിയുണ്ട്. ആ കൂട്ടുകാരിയും ദിയാസനെയും സംസാരിക്കുന്നതിൻ്റെ വോയിസ് നിങ്ങൾ ഇന്നലെ കേട്ടാണ് പൂക്കുട്ടിയോട് സംസാരിക്കുന്നത്. അതിനകത്ത് ഇവിടെ കടന്ന് കാണിക്കുന്ന പട്ടി ഷോ. അവസാനം വന്നിട്ട് എന്തിനാണ് എൻ്റെ കൂട്ടുകാരെ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയാം, ഇവിടെ പെട്ടു പോകുന്നത് ഇവിടെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ചിന്തിക്കുക, നാളെ നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ വരാം. പറയുന്ന മനസ്സിലാക്കുക, നാളെ നിങ്ങൾക്കും ഒരു അവസ്ഥ വരാം. അതുകൊണ്ട് സൂക്ഷിക്കുക. ചെയ്യുന്നതാണോ ഈ വോയിസ് റെക്കോർഡിംഗ്? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തോട് ഞാൻ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഈ 3 കോടിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇത് പുറത്തു വന്നില്ലേ? അത് പുള്ളിക്കാരൻ അറിയാലോ. കാരണം തികച്ചും എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഈ സംസാരങ്ങൾ ഇവരെല്ലാം നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഈ വോയിസ് റെക്കോർഡ് വെളിയിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്താണ് നമ്മൾ പെറ്റീഷൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫിറോസ് ഖാൻ നമ്മളെ ഇതുപോലെ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള അത് രണ്ടാമതാണ് കൊടുത്തത്. ഭീഷണിപ്പെടുന്ന അരിപ്പ് കൊടുത്തത്, ഈ റീസണല്ല കൊടുത്തത്. അതിന് മുന്നേ ഈ പുള്ളിക്കാരൻ നമ്മളിട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു ഫോട്ടോയുടെ കാര്യം വെച്ചിട്ട് നമ്മളിട്ട് 2 ഫോട്ടോ ഇങ്ങനെ ലീക്കായി, അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്ത് അവിടുന്ന് ഭയങ്കര അലിഗേഷൻ. അയ്യോ, അതെങ്ങനെ ലീക്കായി? ഞാനൊരു കാര്യം പറയാം. അന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടത് ഇവർ തന്നെയാണ്. ഇവരുടെ പേഴ്സണൽ ഫോട്ടോ എങ്ങനെ ലീക്കാവും? ഇൻസ്റ്റാഗ്രാമിൽ ലീക്കാവും ഇതൊക്കെ. ഇവരുടെ ഫോണിൽ കിടക്കുന്ന ഫോട്ടോ എങ്ങനെ ലീക്കാവും? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇവർ തന്നെ ആ ഫോട്ടോ എടുത്തിട്ട് ഇവർ തന്നെ ഇവരുടെ എഡിറ്റിംഗ് സ്റ്റൈലൊക്കെ അത് തന്നെയാണ്. ഇവർ തന്നെ അത് പോസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം വന്നിട്ട് ലൈവ്. എന്തിനാണ്? അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്താനാണ്. അപ്പോഴത്തേക്ക് പൂക്കുട്ടിയും അവരും കൂടെ ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അത് വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. എന്നിട്ട് കൊണ്ട് കേസ് കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകുന്നു. ആര്? വി ഡി സതീശൻ്റെ അടുത്ത് പോകുന്നു. കൊണ്ടുപോയത് ആരാണ്? ഷാലു ആണെന്ന് തോന്നുന്നു. എല്ലാ കാര്യങ്ങളും എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ കേട്ടത്. കൂടെ നിൽക്കുന്ന ഷാലു ഉൾപ്പെടെ ഇവർക്ക് പണി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഷാലു ആദ്യമൊക്കെ ഇവരുടെ കാര്യങ്ങൾ പല ആൾക്കാരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുള്ളതൊക്കെ ആ ആൾക്കാർ തന്നെ നമ്മളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കഴിഞ്ഞ വട്ടം ഞാൻ ചെയ്തത്. കൂടെ നിൽക്കുന്ന ഷാലു പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നൊന്നുമില്ല ഇപ്പം. എല്ലാം കണക്കാന്നേ ഞാൻ പറയും. ഓക്കെ, ബാക്കി കൂടെ നോക്കാം. അയച്ചു കൊടുക്കുന്നത് എന്ത് അടിസ്ഥാനത്തിൽ? അയച്ചു കൊടുക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതല്ല ഏട്ടാ. ഈ പറഞ്ഞ ഇത് രണ്ടുപേർക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നത്. കാരണം ഞാൻ ചോദിക്കട്ടെ, ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്റെ പല്ലിൽ തന്നെ ഞാൻ കുത്തി നടക്കും. ഞാനത് സംസാരിക്കുന്ന വാക്കുകൾ ഭയങ്കര അഗ്ലി സംസാരങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ എന്നെ കുത്തി നാട്ടിക്കാൻ പോട്ടെ. ആ മനുഷ്യനെ കുറിച്ച് വെറുപ്പിക്കുന്നുമുണ്ട്, അല്ല പൊഴുത്തി പറയുന്നുമുണ്ട്. പിന്നെ ചില ഇൻഡുകൾ ഇവർ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാ ഇവരെ വെളുപ്പിക്കാൻ വേണ്ടി ഒരു ഇൻ്റർവ്യൂ നടത്തിയെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്തായാലും മറുനാടനിൽ നിന്ന് ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇതുകൊണ്ടൊന്നും ഇവർ വെളുക്കുമോ ബ്രോ? എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും വെറുക്കത്തില്ല അവർ. ആൾക്കാരുടെ വെറുപ്പ് മാത്രമേ മേടിക്കത്തുള്ളൂ. അദ്ദേഹത്തിനെ ഞങ്ങൾ കുത്തി നാട്ടിക്കാൻ വേണ്ടിയിട്ട് സംസാരങ്ങളെല്ലാം നമ്മൾ തമ്മിലുള്ള തർക്കങ്ങളും വാക്കുതർക്കങ്ങളെല്ലാം ഇല്ലാതൊരിക്കലും ഞാൻ പറയുന്നില്ല. ഉള്ളത് തന്നെയാണ്. ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഞങ്ങളുടെ തികച്ചും ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള മാച്ചായിരുന്നു. മനസ്സിലായി. 3 കോടി എന്താ ഞാൻ യൂസ് ചെയ്ത് ഭീഷണിപ്പെടുത്തി ഞാൻ വിളിച്ചു. വീട് തെറ്റിയായിട്ട് 25 ലക്ഷം രൂപ ഇപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽ എടുത്തരാം. ഡ്രസ്സ് കൂട്ടിയ ഭീഷണിപ്പെടുത്തി ഞാൻ അങ്ങനത്തെ ഒരു സാധനം കിട്ടില്ല. അങ്ങനെ സാധനം ചെയ്തില്ലേ? ഇപ്പൊ ദേഷ്യപ്പെടുത്ത് നമ്മൾ പറയാറില്ല. ചേട്ടാ, ഇപ്പൊ നമ്മൾ അങ്ങോട്ട് തമ്മിൽ പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള തികച്ചും അലിഗേഷൻ, ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്ക് തർക്കങ്ങളാണ്. തികച്ചും പേഴ്സണൽ മാഡം. അതിനെക്കുറിച്ച് ഇന്നലെ റസൂൽ പൂക്കുട്ടി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. 3 കോടി രൂപ ചോദിച്ചു. ഞാൻ 40 ലക്ഷം രൂപ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് 39 ലക്ഷത്തി സംതിങ് ആണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പുള്ളിക്കാരൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിന് നീ ഏറ്റവും കൂടുതൽ ഡോക്ടറും പ്ലംബറും നിന്റെ അച്ഛനെ പോലെ കാണുന്ന ആ വ്യക്തിയാണ് വന്നിട്ട് പറയുന്നത്. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ മാഡം? കഷ്ടം. പിന്നെ അദ്ദേഹം വന്ന് പറഞ്ഞു. അത് ഇന്നലെ പറഞ്ഞല്ലോ. ആർക്കെങ്കിലും ഇനി കേൾക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ പറയാം, എന്റെ കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കിയാലും മതി. ഈ 3 കോടി സബ്ജക്റ്റുകൾ വരുന്നതും ഇത് ചാനലിലോട്ട് എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നത് ഇവര് തന്നെയാണ്. ഈ ദിയാസനെയും ഈ ആൻമരിയും എന്ന് പറയുന്നത്. നമുക്ക് അവിടെ തെറ്റിപ്പോയി. അതിനു മുമ്പ് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള വേറെ കുറേ ടീമുകളും കാര്യങ്ങളും ഒക്കെയാണ്. അത് നിങ്ങൾക്കറിയത്തില്ല. നിങ്ങളെ വണ്ടിയാണ്, നമുക്കത് നല്ല രീതിയിൽ അറിയാം. സജനയുടെ കൂടെ നിന്ന് ചതിക്കുന്ന എല്ലാം കണക്കാണ്. ഇവിടെ കൂടുള്ള എല്ലാ ടീമുകളും കണക്കാണ്. എനിക്ക് ആക്ച്വലി ഞാനല്ല ഈ പറഞ്ഞ കേസുകളൊന്നും ചെയ്യുന്നത്. ഇവരെല്ലാം ചെയ്തിട്ട് എന്റെ പേരിലോട്ട് അലിഗേഷൻ വിളിച്ചിട്ടുള്ള ഞാൻ തെളിവ് കൊണ്ടുപോവാ.
അല്ലെങ്കിൽ എന്റെ അക്കൗണ്ട് ഇപ്പോഴും ഞാൻ കാണിച്ചു തരാം. എന്റെ അക്കൗണ്ട് അല്ലെങ്കിൽ പുള്ളിക്കാരൻ വന്നത് പറഞ്ഞോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ മെഷീൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര ചെയ്ത് പുള്ളിക്കാരൻ വന്ന് പറയണ്ടേ, അല്ലെങ്കിൽ ഞാൻ വന്ന് പറയണ്ടേ? ഇത് തികച്ചും ഞങ്ങളുടെ പേഴ്സണൽ കാര്യം എടുത്ത് ഇവരല്ലേ ഇട്ടത്. അപ്പൊ തെറ്റുകാരാരാ? ഞങ്ങളെ പൂഷിച്ച് ഈ നാട്ടുകാരുടെ മുന്നിലോട്ട് വലിച്ചു കയറി ഇട്ടവർ ഇവരല്ലേ. അപ്പം ഉറപ്പായിട്ടും ഇവര് തെറ്റുകാരെ മനസ്സിലാക്കി. ഓക്കെ, ഇനി ഞാൻ അതിൻ്റെ ക്ലിപ്പോ കാര്യങ്ങളോ ഒക്കെ വെച്ച് നിങ്ങൾക്ക് ലാഗ് എടുപ്പിക്കുന്നില്ല. ഏകദേശം സത്യാവസ്ഥകളും കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പം ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിനിടെ ഇപ്പോൾ പിടിച്ച രേണുസുതിയെ പിടിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അവർ മാറിപ്പോയിരിക്കുന്ന മറ്റേതാണെന്നുള്ള രീതിയിലാണ് ഈ പറയുന്നവർ വരുത്തി തീർത്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത സമയത്തും കാര്യങ്ങളൊക്കെ. സ്വർണ്ണക്കടത്തും ബാറി പോകുന്ന പെണ്ണിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇതെല്ലാം കൂടെ കണക്റ്റഡ് ആയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഏത് രീതി കൂടാണ് ഈ ഇവരെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ട ഒരു വീഡിയോ എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്കും അത് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.